Political Grand Finale. Co-presented by Berger Paints. 100 Years of Trust. Powered by ICL FinCorp. ICL FinCorp, the intelligent choice. Educational Partners. IBIS Group of Educational Institutions. ഇനി കണ്ണടച്ചല്ല, കണ്ണ് തുറന്ന് സ്വപ്നം കാണാം. IBISലൂടെ Indian Institute of Commerce, Lakshya. Join Indian Institute of Commerce, Lakshya. 21ാം വയസ്സിൽ ലൈഫ് ഈസ് സെറ്റിൽ. നമസ്കാരം. തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ നോക്കാം. മണ്ഡലങ്ങൾ നിശബ്ദ പ്രചാരണത്തിലേക്ക്. പരസ്യപ്രചാരണം അല്പസമയത്തിനകം അവസാനിക്കും. വിധി എഴുതുന്നതിൽ തമിഴ്നാട്ടിലെ 39 സീറ്റുകളും. പാർട്ടി പറഞ്ഞാൽ അമേഠിയിൽ മത്സരിക്കുമെന്ന് രാഹുൽ ഗാന്ധി. യുപിയിൽ റോഡ് ഷോയിൽ പങ്കെടുത്ത് പ്രിയങ്ക. വ്യക്തിഹത്യ ആരോപണത്തിൽ ഇളകി മറിഞ്ഞ് വടകര. സൈബർ ആക്രമണം ഷാഫിയുടെ അറിവോടെയെന്ന് കെ ശൈലജ. ബോംബിന് പിന്നാലെ നുണ ബോംബെന്ന് വി.ഡി. സതീശൻ. ആരോപണം തള്ളി കെ രമ. മുസ്ലിം ലീഗ് നേതാവിനെതിരെ കേസ്. ആറ്റിങ്ങലിൽ ഇരട്ട വോട്ട് വിവാദം കൊഴുക്കുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിന്ന് നീതി ലഭിച്ചില്ലെന്ന് അടൂർ പ്രകാശ്. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കുമെന്നും UDF സ്ഥാനാർത്ഥി. ആരോപണം കോടതിയും തള്ളുമെന്ന് വി ജോയ്. 1% പോലുമില്ല. കാരണം പത്മയ്ക്ക് ഇവിടെ നിന്ന് ആരെയും കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടൊന്നുമില്ല. പത്മനാഭ കോൺഗ്രസിലുണ്ടായിരുന്ന കാലത്ത് അങ്ങനെ ഒരു പരിപാടി നടന്നിട്ടില്ല. അത് ചോദിച്ചില്ല, അത്ര ഗംഭീരമായിട്ട് തന്നെ നടത്തിയില്ല. തൃശൂരിൽ പത്മജ ഇഫക്റ്റ് ഇല്ലെന്ന് കെ മുരളീധരൻ. ക്രൈസ്തവ സഭകളുടെ വോട്ട് BJPക്ക് കിട്ടില്ല. എതിർ സ്ഥാനാർത്ഥികൾ ശക്തരെന്നും മുരളി. കൂടുതൽ ക്രൈസ്തവ വോട്ടുകൾ കിട്ടുമെന്ന് കെ സുരേന്ദ്രൻ. വിശദമായി നോക്കാം. ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചാരണം ഇന്ന് അവസാനിക്കും. 102 മണ്ഡലങ്ങളിലാണ് ആദ്യഘട്ടത്തിൽ വോട്ടെടുപ്പ്. തമിഴ്നാട്ടിൽ ഒറ്റഘട്ടമായാണ് തെരഞ്ഞെടുപ്പ്. രാജസ്ഥാനിലെ 12 മണ്ഡലങ്ങളിലും മധ്യപ്രദേശിലെ 6 മണ്ഡലങ്ങളിലും അസമിലെ 5 മണ്ഡലങ്ങളിലും ബീഹാറിൽ 4 മണ്ഡലങ്ങളിലും പരസ്യപ്രചാരണം അല്പസമയത്തിനകം അവസാനിക്കും. BJP അവരുടെ പ്രചരണ പരിപാടികളുമായി വളരെ ശക്തമായി തന്നെ മുന്നോട്ട് പോകുന്നു. കോൺഗ്രസും അതുപോലെ ഇന്ത്യ മുന്നണിയും സമാനമായ രീതിയിൽ തന്നെ ശക്തമായ പ്രചരണ പരിപാടികളുമായി മുന്നോട്ട് പോവുകയാണ്. വളരെ അധികം പ്രമുഖർ ഈ തെരഞ്ഞെടുപ്പിൽ ആദ്യഘട്ടത്തിൽ മത്സരിക്കുന്നു എന്നതാണ് ഇതിൻ്റെ ഒരു സവിശേഷത. BJPയുടെ അല്ലെങ്കിൽ NDA സ്ഥാനാർത്ഥി എന്ന നിലയിൽ കോയമ്പത്തൂരിൽ നിന്ന് അണ്ണാമലൈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നൊരു വളരെ സുപ്രധാനമായ ഗൗരവത്തോടു കൂടി പാർട്ടി ഉറ്റുനോക്കുന്നു. അതുപോലെ തെലങ്കാന ഗവർണർ സ്ഥാനം രാജിവെച്ച് തമിഴ് സൗന്ദരരാജൻ ഇത്തവണ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നുണ്ട്. കനിമൊഴി തൂത്തുക്കുടിയിൽ നിന്നാണ് ജനവിധി തേടുന്നത്. അതുപോലെ തന്നെ ദയാനിധി മാരൻ സെൻട്രൽ ചെന്നൈയിൽ നിന്ന്, നിതിൻ ഗഡ്കരി നാഗപ്പൂരിൽ നിന്നും, ആസാമിൻ്റെ മുൻ മുഖ്യമന്ത്രി സർബാനന്ദ സോനോവാൾ അവിടെ ദിൽബർഗയിൽ നിന്നും തെരഞ്ഞെടുപ്പിനെ നേരിടുകയാണ്. അപ്പോൾ ഒട്ടനവധി പ്രമുഖർ ഇതിൻ്റെ ആദ്യഘട്ട തെരഞ്ഞെടുപ്പിൽ ഉണ്ട്. ജോർഹട്ടിലാണ് ഗൗരവ് ഗൊഗോയ്, മുഖ്യമന്ത്രി തരുൺ ഗൊഗോയുടെ മകൻ അവിടെ നിന്ന് തെരഞ്ഞെടുപ്പ് നേരിടുന്നു. അങ്ങനെ എല്ലായിടത്തും പ്രചരണത്തിൻ്റെ വലിയ കോലാഹലങ്ങൾ ആണ് നടക്കുന്നത്. ഇന്ത്യ മുന്നണിക്ക് പ്രധാനമായും തമിഴ്നാട്ടിൽ ഇത്തവണ അവർക്ക് വലിയ ഒരു സ്വാധീനം ഉണ്ട് എന്ന നിലയിൽ തന്നെയാണ് ഏറ്റവും ഒടുവിലുള്ള സർവേ ഫലങ്ങൾ വരുന്നത്. തൂത്തുക്കുടിയിൽ കനിമൊഴിക്ക് കാര്യമായി എതിരാളികൾ ഇല്ല എന്നാണ് അവരുടെ ഒരു നിലപാട്. കന്യാകുമാരിയിൽ പോലുള്ള സ്ഥലങ്ങളിൽ ത്രികോണ മത്സരങ്ങൾ ഉണ്ടാകും എന്നാണ് പ്രതീക്ഷ. കന്യാകുമാരിയിൽ രാമനാഥപുരം, തൂത്തുക്കുടി, ശിവഗംഗ, കോയമ്പത്തൂർ തുടങ്ങിയ സ്ഥലങ്ങളിൽ ത്രികോണ മത്സരങ്ങൾ ഉണ്ടാകും എന്നതാണ് കണക്കാക്കുന്നത്. BJP അവിടെ ഒരു വിജയം ഉണ്ടാകും എന്ന പ്രതീക്ഷയിൽ തന്നെ രംഗത്തുണ്ട്. രാമനാഥപുരത്ത് OPS ആണ് ഒരു പ്രധാന സ്ഥാനാർത്ഥിയായി വരുന്നത്. അവിടെ IUML സ്ഥാനാർത്ഥിയെയാണ് OPS നേരിടുന്നത്. ശിവഗംഗയിൽ രാജ, BJPയുടെ മുൻ ദേശീയ സെക്രട്ടറി രാജ കാർത്തി ചിദംബരത്തോട് ഏറ്റുമുട്ടും. കന്യാകുമാരിയിൽ നമുക്കറിയാം മുൻ കേന്ദ്രമന്ത്രി പൊൻ രാധാകൃഷ്ണൻ അവിടെ വിജയ് വസന്തിനോടാണ് ഏറ്റുമുട്ടുന്നത്. അതുപോലെ ചിന്ദ്വാര ഒരു പ്രധാനപ്പെട്ട മണ്ഡലം എന്ന നിലയിൽ ശ്രദ്ധേയമാകുന്നു. ചിന്ദ്വാരയിൽ കമൽനാഥിൻ്റെ മകൻ നകുൽനാഥ് അവിടെ
കമൽനാഥിൻ്റെ ഒരു കേന്ദ്രം, ശക്തി കേന്ദ്രം എന്ന നിലയിലാണ് ചിന്ദ്വാര അറിയപ്പെടുന്നിരുന്നതെന്ന് 9 തവണ കമൽനാഥ് അവിടെ നിന്ന് ജനവിധി തേടുകയും ജയിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ മകൻ നകുൽനാഥ് കഴിഞ്ഞ തവണ വിജയിച്ചു. ഇത്തവണ നകുൽനാഥും ചിന്ദ്വാരയിൽ നിന്ന് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നു. ഗൗരവ് ഗൊഗോയ് പാർലമെൻറ്റിലെ കോൺഗ്രസിൻ്റെ ഉപനേതാവാണ്. ജോർഹട്ട് മണ്ഡലത്തിൽ നിന്ന് നേരിടുന്നു. അവിടെ ഈ ഗൗരവ് ഗൊഗോയെ പരാജയപ്പെടുത്തുക എന്നത് ഒരു വലിയ ലക്ഷ്യമായി തന്നെ ഹിമന്ത ബിശ്വ ശർമ്മ രംഗത്തിറങ്ങിയിരിക്കുന്നു. പ്രചരണം അവിടെ തുടങ്ങിയത് ഈ തരുൺ ഗൊഗോയുടെ മണ്ഡലത്തിൽ നിന്നാണ്. അതിനുശേഷം പ്രചരണം ഏറ്റവും ഒടുവിൽ അവസാനിക്കുന്നതും അതേ മണ്ഡലത്തിൽ തന്നെയാണ്. ഹിമന്ത ബിശ്വ ശർമ്മ തൻ്റെ പ്രചരണം അവസാനിപ്പിച്ചതും അവിടെ തന്നെയാണ്. തപൻ ഗൊഗോയ് എന്ന സിറ്റിംഗ് MLA BJPയുടെ സിറ്റിംഗ് MLAക്ക് വേണ്ടിയാണ് ഹിമന്ത പ്രചാരണത്തിനെത്തിയത്. ഹിമന്ത എന്ത് വില കൊടുത്തും തരുൺ ഗൊഗോയെ പരാജയപ്പെടുത്തുക എന്ന നിലപാട് സ്വീകരിച്ചിരിക്കുന്നു. തരുൺ ഗൊഗോയ് ആകട്ടെ നേരത്തെ കാലിബർ മണ്ഡലത്തിൽ നിന്ന്, അതായത് ഇപ്പോഴത്തെ കാസിരംഗ ഇപ്പോൾ പുതുതായി പ്രഖ്യാപിച്ചിട്ടുള്ള മണ്ഡലത്തിൽ നിന്നാണ് കഴിഞ്ഞ തവണ തെരഞ്ഞെടുപ്പിൽ ജയിച്ചത്. അപ്പോൾ ഈ മണ്ഡലം മാറി വരുന്നത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് പരാജയപ്പെടുത്താനാകും എന്ന നിലപാടാണ് BJPക്കുള്ളത്. ദിബ്രുഗർഹിൽ സർബാനന്ദ സോണോവാൾ അവിടെ AJP ആസാം ജാതീയ പരിഷത്തിൻ്റെ പ്രതിനിധിയാണ് അവിടെ നേരിടുന്നത്. അവിടെ സ്വാഭാവികമായും സിറ്റിംഗ് MLA എന്ന നിലയിൽ രാമേശ്വർ ടെൽ അവിടെ 3,64,000-ലധികം വോട്ടുകൾക്കാണ് കഴിഞ്ഞ തവണ ജയിച്ചത്. സ്വാഭാവികമായി അവിടെയൊക്കെ വലിയ മേൽക്കൈ ഉണ്ട് എന്ന ആദ്യഘട്ടത്തിൽ തങ്ങൾക്കുണ്ട് എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് BJP. അതായത് പക്ഷേ തമിഴ്നാട്ടിൽ ഇപ്പോൾ സെൻട്രൽ ചെന്നൈ പോലെ ദയാനിധി മാരൻ ഒക്കെ മത്സരിക്കുന്ന, അല്ലെങ്കിൽ കനിമൊഴി മത്സരിക്കുന്ന, രാജ നീലഗിരിയിൽ നിന്ന് മത്സരിക്കുന്നു, ഇവരൊക്കെ സ്വാഭാവികമായും ഒരു തികഞ്ഞ വിജയപ്രതീക്ഷ ഇന്ത്യ മുന്നണിക്ക് ഈ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലുണ്ട്. മറ്റൊരു പ്രധാന മത്സരം നടക്കുന്നത് ലക്ഷദ്വീപിലാണ്. മുഹമ്മദ് ഫൈസൽ അവിടെ NCP ശരത് പവാർ വിഭാഗം സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു. മറുപക്ഷത്ത് കോൺഗ്രസിന് അവിടെ ഇന്ത്യ മുന്നണി തന്നെ പരസ്പരം മത്സരിക്കുന്ന ഒരു സാഹചര്യമാണ്. കോൺഗ്രസിൻ്റെ PM സെയ്ദിൻ്റെ മകൻ ഹംദുള്ള സെയ്ദ് മത്സരിക്കുന്നു. PM സെയ്ദ് അവിടെ 40 വർഷത്തോളം ആ മണ്ഡലത്തെ പ്രതിനിധീകരിച്ചിട്ടുള്ള MP കൂടിയായിരുന്നു. ആ മകനെ അട്ടിമറിച്ചാണ് അവിടെ മുഹമ്മദ് ഫൈസൽ സ്ഥാനാർത്ഥിയായി പ്രവേശിക്കുകയും പിന്നീട് 2 തെരഞ്ഞെടുപ്പുകളിൽ തുടർച്ചയായി ജയിക്കുകയും ചെയ്തത്. അപ്പോൾ മൂന്നാമത്തെ ഒരു വട്ടം തൻ്റെ ഭാഗ്യം പരീക്ഷിക്കാൻ, അല്ലെങ്കിൽ ജനസമ്മതി പരീക്ഷിക്കാൻ ഫൈസലും പ്രചരണത്തിൻ്റെ അവസാന ഘട്ടത്തിൽ വളരെ ശക്തമായി രംഗത്ത് ഉണ്ട്. മനു ഭരത്താണ് സമഗ്രമായ റിപ്പോർട്ട് നൽകിയത്. പാർട്ടി ആവശ്യപ്പെട്ടാൽ അമേഠിയിൽ മത്സരിക്കുമെന്ന് രാഹുൽ ഗാന്ധി. കോൺഗ്രസിൽ തെരഞ്ഞെടുപ്പ് സമിതിയാണ് കാര്യങ്ങൾ തീരുമാനിക്കുക. BJP സ്പോൺസർ ചെയ്ത ചോദ്യമാണിതെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. अमेठी के बाद कांग्रेस का डिसीजन है, जो भी मुझे ऑर्डर मिलेगा मैं वो करूंगा. CEC मीटिंग हमारी पार्टी में CEC मीटिंग्स में ये डिसीजन लिए जाते हैं. बट पहला BJP का क्वेश्चन, गुड क्वेश्चन, थैंक यू. അതേസമയം UPയിൽ റോഡ് ഷോയിൽ പങ്കെടുത്ത് പ്രിയങ്ക ഗാന്ധി. ദൃശ്യങ്ങളിലേക്ക്. വടകരയിലെ UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലിനെതിരെ ആഞ്ഞടിച്ച LDF സ്ഥാനാർത്ഥി KK ശൈലജ. തനിക്കെതിരായ നുണപ്രചാരണം ഷാഫി നിരുത്സാഹപ്പെടുത്തിയില്ലെന്ന് KK ശൈലജ ആരോപിച്ചു. ഫേസ്ബുക്കിൽ കൃത്രിമ പേജുകൾ ഉണ്ടാക്കി വ്യാജ വാർത്ത പ്രചരിപ്പിക്കുകയാണ്. ഷാഫി ഇത് അറിയുന്നുണ്ടെന്ന് കരുതുന്നു. സ്ഥാനാർത്ഥിയുടെ മാന്യത ഷാഫി കാട്ടുമെന്ന് പ്രതീക്ഷിച്ചെന്നും KK ശൈലജ ന്യൂസ് 18നോട് പ്രതികരിച്ചു. ഇമാതിരി കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അത് കൊടുക്കുന്നവരെ തിരിച്ചറിയാൻ, ഇപ്പം തന്നെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ലെങ്കിൽ നാളെ ഖേദിക്കേണ്ടി വരും. കാരണം ഓരോ സ്ഥാനത്തൊക്കെ ഇരിക്കുമ്പം അതിൻ്റെതായിട്ടുള്ള ഒരു ഡിഗ്നിറ്റി നമ്മൾ കാണിക്കുമല്ലോ. അതുകൊണ്ട് ഈ മണ്ഡലത്തിലെ ജനങ്ങളോട് പറയുന്നത്, ഇത്തരത്തിലുള്ള അതിക്രമങ്ങൾ നിങ്ങൾ തിരിച്ചറിയണം, ഇത്തരത്തിലുള്ള വ്യക്തിഹത്യ എല്ലാവരും മനസ്സിലാക്കണമെന്നാണ്. ഈ സ്ഥാനാർത്ഥിയുടെ പേരിൽ തന്നെ, UDF സ്ഥാനാർത്ഥിയുടെ പേരിൽ തന്നെ നൽകാൻ അതിനെന്തെങ്കിലും കാരണമുണ്ടോ? അല്ല, അത്തരം പേര് വെച്ചിട്ടാണ് ചിലത് കൊടുത്തിട്ടുള്ളത്. അതല്ലെങ്കിൽ അത് അവസാനിപ്പിക്കാനുള്ള നടപടി അവരെടുക്കട്ടെ. ഷാഫി ഇത് അറിയുന്നുണ്ടെന്ന് തന്നെയാണ് ടീച്ചർ കരുതുന്നത്? ഞാൻ അങ്ങനെയാണ് കരുതുന്നത്. കാരണം ആദ്യം ഞാനത് അങ്ങനെ കരുതിയില്ല. ഞാൻ വിചാരിച്ച ആരെങ്കിലും ഇങ്ങനെയുള്ള ചെറുപ്പക്കാരും കൊടുത്തത്. പക്ഷേ തുടർച്ചയായിട്ട് ഒരു ഫാക്ടറിയിൽ നിന്ന് ഉൽപ്പാദിപ്പിച്ച് വരുന്നത് പോലെ ഇങ്ങനെ ഉൽപ്പാദിപ്പിച്ച് വരികയാണ്. അപ്പോൾ അത് വ്യക്തതയുണ്ട് അതിനകത്ത്. അതിനെ നിരുത്സാഹപ്പെടുത്തിയല്ല, അതിനെ പ്രോത്സാഹിപ്പിക്കുകയാണെന്നുള്ളത്. ഷാഫിയിൽ നിന്ന് ടീച്ചർ പ്രതീക്ഷിച്ചില്ല? അങ്ങനെയില്ല, പ്രതീക്ഷിക്കാതൊന്നുമില്ല. പക്ഷേ ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലക്ക് അതിൻ്റെ ഒരു ഡിഗ്നിറ്റി കാണിക്കുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നു. അതിൽ ജനങ്ങൾക്കറിയാം, ഞാനൊരു ഭൂമി രാഷ്ട്രീയം പിന്നിൽ നിൽക്കുന്ന ആളല്ല.
ഞാൻ അതിനെക്കുറിച്ചൊന്നും വ്യക്തമായിട്ട് എന്താ അഭിപ്രായം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുമാത്രമല്ല, ഒരുപാട് കാര്യങ്ങൾ തെറ്റായിട്ട് ചില പ്രത്യേക സംഭവങ്ങൾ എടുത്തിട്ട് അതിനകത്ത് എൻ്റെ വർത്തമാനം പകുതി വെട്ടിക്കളഞ്ഞ് പകുതി കൊടുക്കുക, ഇതൊക്കെയാണ് കുറേ ഉണ്ട്. ഞാനതെല്ലാം ഇപ്പോൾ ഇവിടെ പറയുന്നില്ല. അതെല്ലാം വെച്ചുകൊണ്ട് തന്നെ പരാതി കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇലക്ഷൻ കമ്മീഷനൊക്കെ പരാതി കൊടുത്തിട്ടുണ്ട്. അതൊക്കെ അതിന് നടപടി വരട്ടെ. പക്ഷേ ഞാൻ ഈ നിയോജക മണ്ഡലത്തിലെ പ്രിയപ്പെട്ട ജനങ്ങളോടാണ് പറയുന്നത്. എന്നെ നിങ്ങൾക്കറിയാം, ഞാനിവിടെ ആരോഗ്യമന്ത്രിയായിരിക്കുമ്പം ഓരോ പ്രതിസന്ധി ഘട്ടങ്ങളിലും ആരുടെയും രാഷ്ട്രീയം നോക്കിയിട്ടല്ല, ജനങ്ങളുടെ കൂടെ നിന്ന് ഒരു മന്ത്രി എന്താണോ ചെയ്യേണ്ടത് ആ കടമ നിർവഹിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഞാൻ MP ആയാലും അങ്ങനെ തന്നെയാണ്, ജനങ്ങളുടെ കൂടെ നിന്ന് ചെയ്യും. KK ശൈലജയ്ക്കെതിരായ സൈബർ ആക്രമണത്തിന് പിന്നിൽ വടകരയിലെ UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലാണെന്ന CPM ആരോപണം തള്ളി അതേസമയം KK രമ MLA രംഗത്തെത്തി. അല്ല, അതൊരു വലിയ ഗൗരവമായ ഒരു വിഷയമാണ്. കാരണം ഞങ്ങളെപ്പോലെ പൊതുരംഗത്ത് നിൽക്കുന്ന സ്ത്രീകൾ വളരെ കാലമായി ഇത് നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിനെതിരെ പരാതി കൊടുക്കുമ്പോൾ ഒരാളുടെ പേരും നടപടിയെടുക്കുന്നില്ല എന്നുള്ളതാണ് ഇത് കൂടുതൽ വർദ്ധിച്ചു വരുന്നതിന്റെ കാരണം. ഇപ്പോൾ ഇവിടെ LDF സ്ഥാനാർത്ഥി അവസാനം പത്രസമ്മേളനം നടത്തി പറയേണ്ട ഒരു ഗതികേടിലേക്ക് എത്തിയത് അവർ അവരുടെ പരാതിയിൽ തന്നെ പറയുന്നു. ഇതിന്റെ പരാതി ആഭ്യന്തര വകുപ്പിനെ പോലീസിന് കൈമാറിയിട്ട് നടപടിയെടുക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ള അവർ തന്നെ പറയുന്നു. അപ്പൊ പരാജയം ആരുടേതാണ്? പരാജയം ഇവിടുത്തെ ആഭ്യന്തര വകുപ്പിന്റേതാണ്. പിണറായി വിജയൻ നേതൃത്വം കൊടുക്കുന്ന ഭരിക്കുന്ന വകുപ്പിന്റെ നേതൃത്വത്തിലുള്ള പരാജയമാണ് അത് സൂചിപ്പിക്കുന്നത്. പോലീസ് എടുക്കേണ്ട ആക്ഷൻ എന്താ എടുക്കാത്തത്? ഞങ്ങളൊക്കെ പരാതികൾ കൊടുക്കല്ലാതെ മറ്റെന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. അതിലപ്പുറത്തേക്ക് പോകാൻ സാധിക്കുന്നില്ലല്ലോ. അപ്പോൾ അതിന്റെ തികഞ്ഞ ഉത്തരവാദിത്തം ഇവിടെ പോലീസിനാണുള്ളത്. ആരാണ് ചെയ്തത്? നടപടിയെടുക്കണം. ഞങ്ങൾക്ക് ആവശ്യം അതാണ്. ഷാഫി പറമ്പിൽ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഒരു കാരണവശാലും ഇതിനെ ന്യായീകരിക്കില്ല, ഇതിനൊപ്പം നിൽക്കില്ല, ആരായാലും തള്ളിപ്പറയുമെന്ന നിലപാടാണ് ഞങ്ങൾ എല്ലാവരും എടുത്തത്. ആ നിലപാടാണ് ഇപ്പോഴും ഉള്ളത്. പക്ഷേ അതേപോലെ അപ്പുറത്ത് നടത്തിയ ആളുകൾക്കെതിരെയും കൂടി നടപടിയെടുക്കാനും കൂടി തയ്യാറാകണം. ഇതിന് മാത്രമല്ല, ഒരുപാട് കേസുകളുണ്ട്, അതിനൊക്കെ എതിരെ നടപടിയെടുക്കാനും കൂടി തയ്യാറാകണം എന്നതാണ്. ഇത് അവസാനിപ്പിക്കണം. ഞങ്ങൾക്ക് ആവശ്യം അതേ ഉള്ളൂ. സ്ത്രീകൾ, പൊതുരംഗത്ത് നിൽക്കുന്ന സ്ത്രീകൾ ഇനി ഇതുപോലെ അധിക്ഷേപം നേരിടരുത്. CPMന്റെ ഏത് നേതാവിനെതിരെയും വന്നപ്പോൾ ഞാൻ നിലപാടെടുത്തിട്ടുണ്ട്, ഞാൻ പോസ്റ്റ് ഇട്ടിട്ടുണ്ട്, തള്ളി പറഞ്ഞിട്ടുണ്ട്. അതേ നിലപാടെടുക്കാൻ ഇവർക്ക് ധൈര്യമുണ്ടോ? ഇവർ ചെയ്യുമോ? നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്ന് കൂടി ഇങ്ങനെ വരുമ്പോഴാണ് അതിന്റെ പ്രശ്നം. ഇന്നലെ P ജയരാജന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്, വെണ്ണപ്പാളികളുടെ സ്വീകരണമേറ്റു മയങ്ങി നോമിനേഷൻ കൊടുത്തു എന്ന് പറയുന്ന അശ്ലീലത, അത് വരുന്നത് സാധാരണക്കാരനല്ല, അതൊരു CPMന്റെ നേതാവിന്റെ ഭാഗത്തു നിന്നാണ്. അതിനെ തള്ളി പറയുമോ LDFന്റെ സ്ഥാനാർത്ഥി? പറഞ്ഞിട്ടില്ല, അതിനെ ന്യായീകരിച്ചു. അതിനെതിരെ നടപടിയെടുക്കണം പോലീസ്. ഞങ്ങളതിനെ പരാതി കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. ഇവിടുത്തെ സ്ത്രീകളെ അധിക്ഷേപിച്ചതാണ്. കേരളത്തിൽ ഒരു സീറ്റിലും LDFും BJPയും ജയിക്കില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. പാനൂരിൽ ബോംബ് പൊട്ടി ക്ഷീണിച്ചിരിക്കുകയാണ് CPM. ബോംബ് രാഷ്ട്രീയം തകർന്നപ്പോൾ പുതിയ നുണ ബോംബുമായി CPMും സ്ഥാനാർത്ഥിയും എത്തിയിരിക്കുന്നു. വൈകാരികമായി തൊണ്ടയിടറി വാർത്ത വരുത്തിക്കുന്നതാണ്. CPM നേതാക്കൾ നിരന്തരം അധിക്ഷേപിച്ചപ്പോൾ വനിതാ നേതാക്കൾ എവിടെയായിരുന്നുവെന്നും VD സതീശൻ ചോദിച്ചു. പരാതി കൊടുത്തിട്ട് ഒരു നടപടി സ്വീകരിച്ചില്ലെങ്കിൽ മുഖ്യമന്ത്രിയോട് ചോദിക്കണം, നിങ്ങൾ എന്താ നടപടി എടുക്കാത്തത്? ആരെങ്കിലും അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നടപടി എടുക്കുന്നതിൽ ഞങ്ങൾക്ക് യാതൊരു വിരോധമില്ല. പക്ഷെ അതോടൊപ്പം KK രമയെ ആസ്ഥാന വിധവ എന്ന് വിളിച്ച് അധിക്ഷേപിച്ചപ്പോ ഈ ശൈലജയൊന്നും ഉണ്ടായിരുന്നില്ല. കത്തിക്കാൻ വേണമെങ്കിൽ കൊണ്ടുവന്നാണെങ്കിൽ അത് സ്വയം കെട്ടുപോകുമെന്ന് മാത്രമേ പറയാവൂ. നിങ്ങൾ പറഞ്ഞിരിക്കുന്നത് ഈ അടിയിൽ കമന്റിട്ടവരെ പറ്റിയല്ല ഈ സ്ഥാനാർത്ഥി പറഞ്ഞത്. ഷാഫി പറമ്പിൽ നേരിട്ട് ചെയ്തെന്നാ പറഞ്ഞത്. എറണാകുളത്ത് ഉണ്ടാക്കിയത് CPM തന്നെയായിരുന്നു. അത് അവസാനം മനസ്സിലായതുകൊണ്ട് ഇട്ടിട്ട് ഓടി. അവരെന്തും ചെയ്യാൻ പഠിക്കാത്തവരാണെന്ന്. സ്വന്തം പാർട്ടി സെക്രട്ടറിയുടെ കട്ടിലിന്റെ അടിയിൽ കൊണ്ട് ക്യാമറ വെച്ചവര് പിന്നെ എന്താ ചെയ്യാൻ പഠിക്കാത്തത്? KK ശൈലജയുടെ ആരോപണം പരാജയ ഭീതി മൂലമെന്ന് K മുരളീധരൻ. KK ശൈലജ കേസ് കൊടുക്കട്ടെ എന്നും തൃശൂരിൽ മുരളീധരൻ News 18നോട് പറഞ്ഞു. KK ശൈലജയെക്കുറിച്ചുള്ള മോശം പരാമർശം അംഗീകരിക്കുന്നില്ലെന്ന് രമേശ് ചെന്നിത്തല. നേരത്തെ ഇത്തരത്തിൽ പരാമർശം നടത്തിയ രാഹുൽ മാങ്കൂട്ടത്തിലിനെ തിരുത്തി. രാഷ്ട്രീയ വിമർശനം ആകാം, അത് ആരോഗ്യപരമാകണമെന്നും ചെന്നിത്തല പറഞ്ഞു. വടകരയിലെ LDF സ്ഥാനാർത്ഥി KK ശൈലജ ടീച്ചർക്കെതിരെ നടക്കുന്നത് അശ്ലീല പ്രചാരണമെന്ന് MV ഗോവിന്ദൻ. മോർഫ് ചെയ്ത ചിത്രങ്ങൾ ഉൾപ്പെടെ ഉപയോഗിക്കുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിട്ടുണ്ടെന്നും MV ഗോവിന്ദൻ പ്രതികരിച്ചു. കൂടുതൽ വാർത്തകളിലേക്ക് എത്താം ഇടവേളയ്ക്ക് ശേഷം. വീട്ടിൽ ആർക്കെങ്കിലും രോഗം
വാർത്തകളിലേക്ക്. ഇരട്ട വോട്ട് ആരോപണത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിന്ന് നീതി ലഭിച്ചില്ലെന്ന് അടൂർ പ്രകാശ്. ഇരട്ട വോട്ട് ഒഴിവാക്കരുതെന്ന് ഉദ്യോഗസ്ഥർക്ക് രഹസ്യ നിർദ്ദേശം. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കും. കോടതിയിൽ നിന്ന് അനുകൂല തീരുമാനം പ്രതീക്ഷിക്കുന്നതായും അടൂർ പ്രകാശ് പറഞ്ഞു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞതനുസരിച്ച് യഥാർത്ഥത്തിൽ ഇവിടെ കാര്യങ്ങൾ നടപ്പാക്കേണ്ട ഉദ്യോഗസ്ഥന്മാരാണ്. ആ ഉദ്യോഗസ്ഥന്മാരെ സംബന്ധിച്ചിടത്തോളം അത് നടപ്പാക്കാതെ അവരെ മുമ്പോട്ട് പോവുകയാണ്. അത് നടപ്പാക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഒരു രഹസ്യമായ ഒരു കച്ചവടം ഇവിടെ നടക്കുകയാണ്. കാരണം ഈ ഉദ്യോഗസ്ഥന്മാരെ സംബന്ധിച്ചിടത്തോളം ബഹുഭൂരിപക്ഷം വരുന്ന ആളുകൾ എന്ന് പറയുന്നത് CPM-മായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരാണ് ഇതിന്റെ പൂർണ്ണ ചുമതല വഹിക്കുന്നത്. ആ ഉദ്യോഗസ്ഥന്മാർക്ക് വാക്കാൽ കൊടുത്തിരിക്കുന്ന നിർദ്ദേശം നിങ്ങൾ ഒരു കാരണവശാലും വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് ആളുകളെ ഒഴിവാക്കാൻ പാടില്ല എന്നുള്ള നിർദ്ദേശമാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ അതനുസരിച്ച് അവർ ചെയ്യുന്നു. നീതി എല്ലാവർക്കും കിട്ടണം. ഒരാൾക്ക് വോട്ട് ചെയ്യാനുള്ള അവകാശമുണ്ട് എങ്കിൽ അത് അയാൾക്ക് കിട്ടണം. അതിനകത്തൊന്നും ഒരു തർക്കവുമില്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തള്ളിയ ആരോപണം കോടതിയും തള്ളുമെന്നാണ് അടൂർ പ്രകാശിന് LDF സ്ഥാനാർത്ഥി V. ജോയിയുടെ മറുപടി. പരാജയം ഉറപ്പായതോടെ അടൂർ പ്രകാശ് മുൻകൂർ ജാമ്യം എടുക്കുകയാണെന്നും ജോയി പറഞ്ഞു. കോടതി ആധികാരികമായി എടുക്കുന്നത് ഇലക്ഷൻ കമ്മീഷന്റെ വാദത്തെ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇതും കളക്ടർ തള്ളിയതുപോലെ തന്നെ ഈ കേസും കോടതി പരിശോധിച്ച് തള്ളിക്കളയാനാണ് സാധ്യത. അങ്ങനൊരു വസ്തുതയില്ല. ഇല്ലാത്തത് തള്ളിക്കളയുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നീതി ലഭിക്കുന്നില്ല. ഉദ്യോഗസ്ഥർ മനഃപൂർവ്വം ഇടപെട്ടത് ഇങ്ങനെ ചെയ്യുന്നതാണെന്ന് അദ്ദേഹത്തിന്റെ പരാതി. അതുകൊണ്ടാണ് കോടതി പോയെന്ന് പറയുന്നത്. അല്ല, കോടതി കൂടി പരിശോധിക്കട്ടെ. ഞങ്ങൾക്ക് അതിനകത്ത് വേറെ ഒരു ഭയമോ അല്ലെങ്കിൽ ഒരു ആശങ്കയോ ഒന്നും ഞങ്ങൾക്കില്ല. ഞങ്ങൾ നേരായ വഴിയിലാണ് പോകുന്നത്. ഞങ്ങൾ നേരായ കാര്യങ്ങളാണ് ചെയ്യുന്നത്. തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ മരിച്ച 4500 വോട്ടർമാരുടെ പേരുകൾ വരെ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് LDF തെരഞ്ഞെടുപ്പ് സമിതി ചെയർമാൻ M. വിജയകുമാർ. തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ പരാതി ഉന്നയിക്കുന്നതിനുള്ള അവസരം എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും നൽകിയിരുന്നു. പക്ഷേ അപ്പോൾ നിശബ്ദമായിരുന്നവർ പരാജയ ഭീതി മുന്നിൽ കണ്ടാണ് രാഷ്ട്രീയ പ്രേരിതമായ ഇരട്ട വോട്ട് ആരോപണം ഉന്നയിച്ച് രംഗത്തെത്തിയിരിക്കുന്നതെന്നും M. വിജയകുമാർ ന്യൂസ് 18നോട് പ്രതികരിച്ചു. വസ്തുതകൾ മനസ്സിലാക്കിക്കൊണ്ട് കാര്യങ്ങൾ കാണാതെ ഇങ്ങനെ ഉള്ള ആക്ഷേപങ്ങൾ ഈ ഇലക്ഷന്റെ ടൈമിൽ ഉന്നയിക്കുന്നത് അവർക്ക് ഒരു വിജയത്തെ സംബന്ധിച്ച് ഒരു പരാജയ ഭീതി ഉണ്ടാകുമ്പോൾ പലപ്പോഴും ഇങ്ങനെ പറയാറുണ്ട്. കുഴപ്പമാണ്, ആ കുഴപ്പമാണ്, ഈ കുഴപ്പമാണ്, പൊളിറ്റിക്കലല്ല എൻ്റെ ഒരു അവസ്ഥ, ഇങ്ങനെയുള്ള കുഴപ്പങ്ങളാണ് എന്ന് പരാജയ ഭീതിയിൽ നിന്ന് പറയുന്ന അനുഭവങ്ങൾ പലപ്പോഴും ഉണ്ടായി. അതായത് ഈ രണ്ടാം സ്ഥാനത്തേക്ക് എത്താനുള്ള സാധ്യതയും ഇല്ല എന്നൊരു വിലയിരുത്തൽ അതുകൊണ്ടുണ്ടാകുന്ന അത് വളരെ വ്യക്തമാണ്. ഇപ്പോൾ ഇലക്ഷൻ തിരുവനന്തപുരം പാർലമെന്റിനെ സംബന്ധിച്ച് എനിക്ക് വളരെ വ്യക്തമായിട്ട് ഇപ്പോൾ പറയാൻ കഴിയും. ഇതുവരെയുള്ളതല്ല. തൃശൂരിൽ പത്മജ ഇഫക്റ്റ് ഇല്ലെന്ന് മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി K. മുരളീധരൻ. കോൺഗ്രസിന് കൂടുതൽ വനിതാ വോട്ടർമാരുടെ പിന്തുണ ഇത്തവണ ഉണ്ട്. ക്രൈസ്തവ സഭകളുടെ വോട്ട് BJPക്ക് കിട്ടില്ല. തൃശൂരിൽ എതിർ സ്ഥാനാർത്ഥികൾ ഇരുവരും ശക്തരെന്നും K. മുരളീധരൻ ന്യൂസ് 18നോട് പറഞ്ഞു. മത്സരം കടുക്കുമല്ലോ. സ്വാഭാവികമായിട്ട് 3 മുന്നണികളുടെ ശക്തമായിട്ടുള്ള മത്സരം വരുമ്പോൾ മത്സരം കടുക്കും. അതിൽ മത്സരം സോഫ്റ്റ് ആവണോ ഹാർഡ് ആവണോ നമ്മളല്ല തീരുമാനിക്കുക. അത് സ്ഥാനാർത്ഥികളെ ആശ്രയിച്ചിരിക്കുന്നു. അപ്പോൾ LDFന്റെയും UDFന്റെയും NDAയുടെയും സ്ഥാനാർത്ഥികളൊക്കെ വളരെ അറിയപ്പെടുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും മത്സരം കടുക്കും. പെട്ടെന്ന് വന്ന സുരേഷ് ഗോപി 28% വോട്ട് വാങ്ങി. അപ്പോൾ അദ്ദേഹം ഇവിടെ തന്നെ നിന്ന് പ്രവർത്തിക്കുമ്പോൾ അത് 34 എത്തിക്കുക എന്നൊക്കെയുള്ള കാൽക്കുലേഷനാണ് അവർക്ക് ഉണ്ടായിരുന്നത്. പക്ഷേ അത് 30-31% ഒരിക്കലും ഇനി കൂടാൻ പോകുന്നില്ല. അത് വിവിധ ചാനലുകൾ നടത്തിയ സർവേയിലൊക്കെ 30-31%. അതിൽ കൂടുതലൊന്നും ഇനി അവർക്ക് കിട്ടില്ല. അതിൽ കുറയാനാണ് സാധ്യത മുഴുവൻ. 1% പോലും ശരിയല്ല. ക്രൈസ്തവ സംഘടനകളൊന്നും അങ്ങനെ BJPയിലേക്ക് 1% പോലും ചാഞ്ഞിട്ടില്ല. അവർ പരമ്പരാഗതമായിട്ട് കോൺഗ്രസ്സിന് വോട്ട് ചെയ്യുന്നവരാണ്. അതുകൊണ്ട് തന്നെ ആ വോട്ട് ഇത്തവണ UDFന് തന്നെ കിട്ടുമെന്ന് എനിക്ക് 101% ഉറപ്പുണ്ട്. 1% പോലും ഇല്ല. കാരണം പത്മയ്ക്ക് ഇവിടെ നിന്ന് ആരെയും കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടൊന്നുമില്ല. ഏതോ കുറച്ച് ആൾക്കാർ മാറി നിന്നവരെയൊക്കെ ഒരു കൂട്ടായിട്ട് പിടിച്ചിട്ട് 10-20 പേര് എന്നൊക്കെ പറഞ്ഞു. 10-20 പേരൊന്നുമില്ല. ആകെ 4-5 പേരേ ഉള്ളൂ. അവരെന്നെ ആക്റ്റീവായിരുന്നില്ല. അവർ കുറേ കാലമായിട്ട് ആക്റ്റീവല്ല. അങ്ങനെയുള്ള കുറച്ച് ആൾക്കാരെ പിടിച്ച് BJP ആയി എന്ന് പറഞ്ഞാൽ അതൊന്നും ഒരു സമൂഹത്തിൽ ഒരു ചലനം പോലും ഉണ്ടാക്കില്ല. ഇന്നലെ മഹിളാ കോൺഗ്രസിൻ്റെ കൂട്ടായ്മ ഉണ്ടായിരുന്നു. നല്ല ജനപ്രാതിനിധ്യം ഉണ്ടായിരുന്നല്ലോ. അവർ പത്മജ കോൺഗ്രസിലുണ്ടായിരുന്ന കാലത്ത് അങ്ങനെ ഒരു പരിപാടി നടന്നിട്ടില്ല തൃശ്ശൂർ ജില്ലയിൽ. അത്ര ഗംഭീരമായിട്ട് ഇന്നലെ നടത്തിയില്ലേ.
ഞാൻ ആർക്കും എന്നെ സമീപിക്കാൻ ധൈര്യമൊന്നും ഉണ്ടായിട്ടില്ല. എൻ്റെ നിലപാട് നന്നായിട്ട് അറിയുന്ന നേതാക്കന്മാർ തന്നെയാണ് BJP ഉള്ളത്. അങ്ങനെ 1% ഒരാൾക്ക് പോലും എന്നെ വന്ന് അപ്രോച്ച് ചെയ്യാൻ ധൈര്യം ഉണ്ടായിട്ടില്ല. ഒരു ഓഫറും വന്നിട്ടില്ല. അങ്ങനെ ഒരു ഓഫർ കൊണ്ട് വന്ന ആളാണെങ്കിൽ ഞാൻ നല്ല ഭാഷയിൽ തന്നെ പറഞ്ഞു വിട്ടേനെ. ഏതായാലും ഇതുവരെ എൻ്റെ അടുത്ത് വന്നിട്ടില്ല. BJPക്ക് ഇത്തവണ കൂടുതൽ ക്രൈസ്തവ വോട്ടുകൾ കിട്ടുമെന്ന് കെ സുരേന്ദ്രൻ. ക്രൈസ്തവ സമൂഹത്തിനിടയിൽ വലിയ രീതിയിൽ സ്വതന്ത്ര ചിന്താഗതിയുണ്ട്. ഇതുവരെ കിട്ടാതിരുന്ന ക്രിസ്ത്യ വോട്ടുകൾ ഇത്തവണ BJPക്ക് കിട്ടും. SDPയും PDPയും ജമാഅത്തെ ഇസ്ലാമിയും ഒരേ ചിന്ത ഉള്ളവരാണ്. ഇവരെ വെള്ളപൂശുകയാണ് ഇടതു വലതു മുന്നണികൾ. ഈ നിലപാട് ഹിന്ദു ക്രിസ്ത്യൻ വിഭാഗങ്ങളിൽ വലിയ വികാരമുണ്ടാക്കിയെന്നും കെ സുരേന്ദ്രൻ ന്യൂസ് 18നോട് പറഞ്ഞു. കേരളത്തിൽ BJP 2 അക്കത്തിൽ ജയിക്കുമെന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്. കേരളത്തിൽ കോൺഗ്രസും CPMും തമ്മിൽ തല്ലുന്നു. ഡൽഹിയിൽ കെട്ടിപ്പിടിക്കുന്നു. റബ്ബർ കർഷകരുടെ പ്രതിസന്ധി BJP പരിഹരിക്കും. കേരളത്തിൽ ക്രമസമാധാന നില മോശം. കേരളത്തിൽ പഠിക്കാനുണ്ടാക്കിയ കേന്ദ്രങ്ങളിൽ പോലും സമാധാനമില്ല. CMRL, സഹകരണ ബാങ്കുകൾ എന്നിവയിൽ ശക്തമായ അന്വേഷണം നടത്തുമെന്നും രാജ്നാഥ് സിംഗ് പറഞ്ഞു. മുസ്ലിം ലീഗ് പതാക പാകിസ്ഥാൻ പതാകയെന്ന BJP പ്രചാരണത്തെ രാഹുൽ ഗാന്ധി എതിർത്തില്ലെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. വയനാട്ടിൽ ലീഗിന് പതാക ഉയർത്താൻ കഴിയുന്നില്ല. കോൺഗ്രസിന്റെ കൊടി പോലും ഉയർത്താൻ കഴിയുന്നില്ല. കോൺഗ്രസിന് BJPയെ ഭയമാണെന്നും MV ഗോവിന്ദൻ വിമർശിച്ചു. ആലപ്പുഴയിൽ UDFന്റെ തെരുവ് നാടകം തടസ്സപ്പെടുത്തിയതിൽ പ്രതികരിച്ച MV ഗോവിന്ദൻ. അമ്പലപ്പുഴയിൽ നടന്നത് ശരിയായ നടപടിയല്ല. പരിശോധനകൾ നടത്തി ഉചിതമായ തീരുമാനമെടുക്കുമെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. UDF MPമാർ കേരളത്തിലെ ജനങ്ങളെ വഞ്ചിച്ചെന്ന് MM മണി. കേരളത്തോടുള്ള കേന്ദ്രത്തിന്റെ അവഗണനയിൽ ഒരക്ഷരം മിണ്ടാൻ അവർ തയ്യാറായില്ല. ഇടുക്കിയിൽ ഫ്ലെക്സ് ബോർഡുകളിൽ മാത്രം കാണുന്ന MPയെ തെരഞ്ഞെടുത്ത ജനങ്ങളുടെ തെറ്റ് ഇത്തവണ തിരുത്തുമെന്നും ആലപ്പുഴയിൽ KC വേണുഗോപാൽ ഒരിക്കലും വിജയിക്കില്ലെന്നും MM മണി ന്യൂസ് 18നോട് പറഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴ ജില്ലയിൽ മത്സരം കടുക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ് മാവേലിക്കര. തുടർച്ചയായ വിജയങ്ങളിലൂടെ UDF കുത്തക മണ്ഡലമെന്ന് മാവേലിക്കരയ്ക്ക് വിശേഷണമുണ്ടെങ്കിലും ഇത്തവണ ഇടത് വലത് മുന്നണികൾ ഒപ്പത്തിനൊപ്പം മുന്നേറുന്ന കാഴ്ചയാണ് മാവേലിക്കരയിൽ കാണുന്നത്. അഡ്വക്കേറ്റ് C അരുൺകുമാറിലൂടെ യുവത്വത്തെ മുന്നോട്ട് വയ്ക്കുന്നു എന്ന ഇടതുപക്ഷ വാദം ഉന്നയിക്കുമ്പോൾ പരിചയസമ്പന്നതയാണ് തന്റെ നേട്ടമെന്ന് കൊടിക്കുന്നിൽ സുരേഷ് പറയുന്നു. പത്തനംതിട്ടയിൽ കോൺഗ്രസിന് വിമത സ്ഥാനാർത്ഥിയെന്ന് സൂചന. സ്വതന്ത്ര സ്ഥാനാർത്ഥികളിൽ ഒരാൾ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി അനൂപ് V ഏനാദിമംഗലം. ഗ്രാമപഞ്ചായത്തിലെ കോൺഗ്രസ് പ്രതിനിധിയാണ് അനൂപ്. ഡമ്മി സ്ഥാനാർത്ഥിയായി നോമിനേഷൻ നൽകിയതെന്നാണ് യൂത്ത് കോൺഗ്രസ് നേതൃത്വം അറിയിച്ചത്. പിൻവലിക്കേണ്ട ദിവസം ആശുപത്രിയിലായിരുന്നുവെന്നും വിശദീകരണം നൽകുന്നു. മറ്റന്നാൾ രാഷ്ട്രീയ നിലപാട് പ്രഖ്യാപിക്കുമെന്ന് മുൻ കേരള കോൺഗ്രസ് നേതാവ് സജി മഞ്ഞക്കടമ്പിൽ. ഇടതു മുന്നണിക്കൊപ്പം NDAയ്ക്കൊപ്പമോ പിന്തുണ പ്രഖ്യാപിക്കും. NDA മുന്നണിയിലേക്ക് പോകാനുള്ള സാഹചര്യവും നിലവിലുണ്ടെന്ന് സജി മഞ്ഞക്കടമ്പിൽ പറഞ്ഞു. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. Political Grand Finale, co-presented by Berger Paints, 100 years of trust, powered by ICL FinCorp. ICL FinCorp, the intelligent choice. Educational partners, IBIS Group of Educational Institutions. ഇനി കണ്ണടച്ചല്ല, കണ്ണ് തുറന്ന് സ്വപ്നം കാണാം. IBISലൂടെ Indian Institute of Commerce, ലക്ഷ്യ. Join Indian Institute of Commerce, ലക്ഷ്യ. 21ാം വയസ്സിൽ ലൈഫ് ഈസ് സെറ്റിൽ.